إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് ഔന്നത്യത്തിൻ്റെയും ഉയർച്ചയുടെയും അന്തസ്സിൻ്റെയും പ്രതാപത്തിൻ്റെയും ദീനാണ്. ഉന്നതമായ ലക്ഷ്യങ്ങളും സമ്മോഹനമായ നേട്ടങ്ങളും കലാകാലം ശാശ്വതമായി അനന്തമായി നമുക്ക് അനുഭവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുന്ന ഒരേ ഒരു ദീൻ പടച്ച റബ്ബ് അവനിൽ നിന്ന് നമ്മിലേക്ക് നിയോഗിച്ചയച്ച അംബിയാ മുർസലീങ്ങളിലൂടെ ജനപദങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹത്തായ ദീൻ. അത് മടിയുടെയോ അലസതയുടെയോ അലംഭാവത്തിന്റെയോ നിഷ്ക്രിയത്വത്തിന്റെയോ ദീനല്ല, മറിച്ച് അത് അധ്വാനത്തിന്റെയും പ്രസരിപ്പിന്റെയും ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു, ഇന്നല്ലാഹ തആല യുഹിബ്ബു മആലിയൽ ഉമൂർ വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളിലെ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ തരം താണ നിസാരമായ നൈമിഷികമായ നശിച്ചൊടുങ്ങുന്ന കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ തേട്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ അതുന്നതമായ തലത്തിലേക്ക് സ്ഥാപിക്കണം. അതൊരു മുസ്ലിമിന്റെ നിലവാരമാണ്. അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ ഒരുപാട് തവണ പരിചയിച്ച, കേട്ട് തഴമ്പിച്ച നബിയുടെ സ്വഹാബികളിൽ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട മഹത്തായ ഒരു ഹദീസാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിദ് ദഈഫ്. ഒരു ശക്തനായ മുഅ്മിൻ അവനാണ് ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനും ഉത്തമനുമായിട്ടുള്ളവൻ. വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ശക്തനായ മുഅ്മിനാകട്ടെ ദുർബലനായ മുഅ്മിനാകട്ടെ, ഇരു കൂട്ടരിലും നന്മയുണ്ട്. പക്ഷേ ഏറ്റവും നന്മയുള്ളത്, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവൻ ശക്തനായ മുഅ്മിനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹം ജനിപ്പിക്കുക, നിങ്ങൾ പരിശ്രമിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജസ്, നിങ്ങൾ നിഷ്ക്രിയരാകരുത്, മടിയന്മാരാകരുത്, അലസന്മാരാകരുത്.
ചെയ്യേണ്ടത് ചെയ്യുക, അള്ളാഹുവിൽ കാര്യങ്ങൾ അവലംബിക്കുക, അവന്റെ സഹായം തേടുക. സഹോദരങ്ങളെ, ഈ ഹദീസിനെ പലരും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ മാത്രം ഈ ഹദീസിനെ പരിമിതപ്പെടുത്താറുണ്ട്. ആരോഗ്യ ദൃഢഗാത്രരായ, ശക്തരും മല്ലരുമായ, അതുപോലെ തന്നെ കായിക ബലമുള്ള, അംഗശേഷിയുള്ള അവരാണ് ഇസ്ലാമിൽ മുസ്ലിമീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് അതിൽ മാത്രം പരിമിതപ്പെടുത്തി ഇതിന്റെ ബാഹ്യാർത്ഥമാണ് ഇതിന്റെ ആത്യന്തികാർത്ഥമെന്ന് പലരും ഇതിനെ വിശദീകരിക്കാറുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്, സ്വഹീഹ് മുസ്ലിമിന് രചിക്കപ്പെട്ട വിഖ്യാതമായ വ്യാഖ്യാനങ്ങളിൽ, വിശദീകരണങ്ങളിൽ പ്രസിദ്ധമായ ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസിന്റെ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബയുടെ പ്രസക്ത ഭാഗം. അദ്ദേഹം പറയുന്നു, ശക്തനായ മുഅ്മിൻ ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് പ്രിയങ്കരനും ഉത്തമനുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വൽ മുറാദു ബിൽ ഖുവ്വതി ഹുനാ അസീമത്തുൻ നഫ്സി വൽ ഖരീഹതു ഫീ ഉമൂരിൽ ആഖിറ. ഇവിടുത്തെ ശക്തി എന്ന് പറഞ്ഞാൽ കേവലം ആരോഗ്യ ദൃഢഗാത്രതയിൽ ഒരാൾക്ക് നേടാൻ സാധിക്കുന്ന ശക്തിയാണോ? അവൻ വലിയ ബോഡി ബിൽഡറാണ്. ആളുകളെ 10 ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മലർത്തിയടിക്കാൻ സാധിക്കുന്ന ശാരീരികമായ ശേഷിയുള്ളവനാണ്, ശക്തനാണ്, മല്ലനാണ്. അതാണ് ഇവിടെ പറഞ്ഞ ശക്തി. എന്താണ് ആ ശക്തി? അദ്ദേഹം പറയുന്നു, അസീമത്തുൻ നഫ്സി വൽ ഖരീഹതു ഫീ ഉമൂരിൽ ആഖിറ. പരലോക വിഷയങ്ങളിൽ ഒരിക്കലും നശിക്കാത്ത, ഒടുങ്ങാത്ത, ശാശ്വതമായ പരലോകത്തിന്റെ കാര്യങ്ങളിൽ മനക്കരുത്തും ആത്മവീര്യവുമുള്ളവൻ. ഫയകൂനു സാഹിബു ഹാദൽ വസ്ഫി അക്സറ ഇഖ്ദാമൻ അലൽ അദുവി ഫിൽ ജിഹാദ്. അങ്ങനെ പരലോകത്തിന്റെ വിഷയത്തിൽ സ്വർഗം മോഹിച്ച് മനക്കരുത്തും ആത്മവീര്യവും നേടിയവൻ, അങ്ങനെയുള്ള മുഅ്മിനാണെങ്കിൽ അടർക്കളത്തിൽ യുദ്ധമുഖത്ത് ശത്രുവിനെതിരെ പോരടിക്കാൻ വാളെടുത്ത് അവനോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവൻ മുമ്പിലുണ്ടാകും. പരലോക വിഷയത്തിൽ സ്വർഗം മോഹിച്ച ആത്മവീര്യവും മനക്കരുത്തും നേടിയവൻ. വഅസ്റാ ഖുറൂജൻ ഇലൈഹി വദിഹാബൻ ഫീ തലബി. ദീനിനു വേണ്ടി പോരാടാൻ, യുദ്ധം ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യാൻ, രാജ്യാതിർത്തികൾ താണ്ടാൻ അവന് സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കതിന് സാധിക്കില്ല എങ്കിലും യഥാർത്ഥ മുഅ്മിനിന്റെ നിലവാരത്തെക്കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത്. വഅശദ്ദ അസീമതൻ ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. പക്ഷേ സായുധ സംഘടനത്തിന്, ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാത്ത സർവ്വ മുസ്ലിമീങ്ങൾക്കും സർവ്വകാലഘട്ടത്തിലും സർവ്വനാട്ടിലും സാധിക്കുന്ന ഒരു ജിഹാദുണ്ട്. അതെന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. അതെ, അള്ളാഹുവിന്റെ പേരിൽ ആഖിറത്തിന്റെ വിഷയത്തിൽ മനക്കരുത്തുള്ളവൻ, ശക്തിയുള്ളവൻ, ആത്മവീര്യമുള്ളവൻ, അവൻ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിലക്കുന്നതിലും ശക്തനായിരിക്കും. അവൻ അള്ളാഹുവിനു വേണ്ടി ശബ്ദിക്കുന്നവനായിരിക്കും. വസ്സബ്രി അലൽ അദാ ഫി കുല്ലി ദാലിക് വഹ്തിമാലിൽ മശാഖി ഫി ദാത്തില്ലാഹി തആല. ആ മാർഗത്തിൽ നേരിടുന്ന സർവ്വ പ്രയാസങ്ങൾക്കുമേൽ ക്ഷമ അവലംബിക്കുന്നവനായിരിക്കും. ആ മാർഗത്തിൽ അള്ളാഹുവിനു വേണ്ടി സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളെല്ലാം ചുമലിലെടുത്തണിയുന്നവനായിരിക്കും അവൻ. ആ ഭാരങ്ങളെല്ലാം ഒറ്റക്കാണെങ്കിലും വഹിക്കുന്നവനായിരിക്കും അവൻ. ഈ കരുത്തേതാണ്? ഈ ശക്തി ഏതാണ്? ഈ ആത്മബലമേതാണ്? ഈ മനോവീര്യമേതാണ്? ഈ വിൽ പവർ എന്താണ്? അതാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ശക്തനായ മുഅ്മിനാണ് ദുർബലനായ മുഅ്മിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, വഅർഗബു ഫിസ്സൗമി വസ്സലാത്തി വൽ അദ്കാരി വസാഇരിൽ ഇബാദാത്ത്. അവനാണ് ഈ ആത്മബലവും ഈ ശക്തിയും നേടിയവനാണ്. ആഖിറത്തിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ഹൃദയത്തിൽ ശക്തി സംഭരിച്ചവനാണ്. ദൃഢനിശ്ചയത്തിലെത്തിയവനാണ്. ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉയർച്ചയിൽ സ്ഥാപിച്ചവനാണ്. ഏറ്റവും അധികം നോമ്പെടുക്കാനും നിസ്കരിക്കാനും അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ നാവിൽ ഉരുവിടാനും മറ്റു ഇബാദത്തുകളിൽ ഉന്മേഷത്തോടുകൂടി സജീവനാകാനും അത് പരിരക്ഷിക്കാനും മരണം വരെ അതിൽ സഹനത്തോടെ, ക്ഷമയോടെ നിലനിൽക്കാനും സാധിക്കുക. അതല്ലാതെ ഇതൊന്നുമില്ലാത്ത 4 മസിൽ വീർപ്പിച്ച ബോഡി ബിൽഡറായി ആളുകൾക്കിടയിൽ വലിയ ശക്തനാണ് എന്ന് ബാഹ്യമായി വിലയിരുത്തപ്പെടുന്ന ആളുകളല്ല. കേവലം ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെട്ടാൽ അവനാണ് ഈ ഹദീസിന്റെ പരിധിയിലെ ശക്തനായ കവിയായ മുഅ്മിൻ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഉന്നതമായ ഉലുവുൽ ഹിമ്മ എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറയും. അത് നമ്മൾ കരുത്തായി, വീര്യമായി, ശക്തിയായി നേടിയെടുക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ലളിതമായ ചില പാഠങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ
അവന്റെ ജീവിതത്തിൽ സ്ഥിരം സംഭവിക്കുന്ന കേവലം പ്രക്രിയകളിൽ പോലും ഈ ലക്ഷ്യബോധം, ഉന്നതമായ ലക്ഷ്യബോധം, പരലോകബോധം സ്ഥാപിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഹദീസിലൂടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും ഹദീസ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. തുമ്മുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഫഇദാ അതസ അഹദുകും ഫഹമിദല്ലാഹ്, അതുകൊണ്ട് ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കണം. ശേഷം അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കോട്ടുവായിടുന്നത് അവൻ വെറുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാരണമായി റസൂലിലൂടെ അറിയിച്ചത് ഇതാണ്, ഫഇന്നമാ ഹുവ മിനശ് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നാണ്. കോട്ടുവായി ഉണ്ടാക്കുന്നവൻ ശൈത്താനാണ്, അവനാണ് അതിനെ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫഇദാ തസാഅബ അഹദുകും ഫല്യറുദ്ദഹു മസ്തതാ, ആരെങ്കിലും കോട്ടുവായിടുന്നുണ്ടെങ്കിൽ അവന് സാധിക്കുന്ന രൂപത്തിൽ അവൻ അതിനെ തടയട്ടെ, അടക്കി വെക്കട്ടെ, വാ പൊളിച്ച് ശബ്ദമുണ്ടാക്കി ഒച്ചയിട്ട് അതിനെ പുറത്തുവിടാതിരിക്കട്ടെ. ഫഇന്ന അഹദകും ഇദാ തസാഅബ ളഹിക മിൻഹു ശൈത്താൻ, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവായിടുകയാണെങ്കിൽ, ഒച്ചയുണ്ടാക്കി വാ പൊളിച്ച് കോട്ടുവായിടുകയാണെങ്കിൽ, അതിനടക്കി വെക്കാതിരിക്കുകയാണെങ്കിൽ, ശൈത്താൻ അവനെ സ്വാധീനിച്ചത് നിമിത്തം ചിരിക്കുന്നതാണ്, അവനെ കളിയാക്കി പരിഹസിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കോട്ടുവായി അടക്കി വെക്കുന്നതിൽ പോലും മനുഷ്യന്റെ ചാബല്യമായി, ദുർബലതയായി സംഭവിക്കുന്ന ഒരു ന്യൂനതയായി, ശാരീരികമായ ഒരു പ്രക്രിയയായി സംഭവിക്കുന്ന കോട്ടുവാ പൊളിച്ചൊച്ചയുണ്ടാക്കി വിടുന്നതിൽ പോലും ഒരു മുസ്ലിമിന് നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതും. അവനത് വാ പൊളിച്ചൊച്ചയുണ്ടാക്കി വിടേണ്ടവനല്ല, അവൻ അതിനെ അടക്കി വെക്കണം. തുമ്മുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് തുമ്മുന്നതിനെ ഇഷ്ടപ്പെടുന്നത്? എന്തിനാണ് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കാൻ അല്ലാഹു നമുക്ക് ദീനിൽ പഠിപ്പിച്ചു തന്നത്? പണ്ഡിതന്മാർ പറയുന്നു, തുമ്മൽ അലർജിയായി, രോഗമായി, പ്രയാസമായി അലട്ടുന്നവരുണ്ട്. അതല്ലാതെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഇടയ്ക്കിടെ അവന് സംഭവിക്കുന്ന തുമ്മൽ അതവന്റെ ആരോഗ്യത്തിന്റെ അടയാളമാണ്, അതവന് ഉന്മേഷമുണ്ടാക്കും. സാധാരണഗതിയിൽ തുമ്മുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക, പിന്നീട് നമ്മുടെ ശരീരത്തിൽ നശാത്തുണ്ടാകും, ഊർജ്ജസ്വലതയുണ്ടാകും, പ്രസരിപ്പുണ്ടാകും, മടിയും അലസതയും ആപേക്ഷികമായെങ്കിലും നീങ്ങിക്കിട്ടും. മാത്രമല്ല, ആധുനിക ശാസ്ത്രം പറയുന്നു, ഒരു തുമ്മലിലൂടെ എത്രയോ കോടാനുകോടി അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് രോഗമുണ്ടാക്കുന്ന രോഗാണുക്കൾ അത് പുറന്തള്ളപ്പെടുന്നു. അത് വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്, അത് നമുക്ക് ഉന്മേഷം സമ്മാനിക്കുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്കാകുന്നു സ്തുതി, നിനക്കാകുന്നു സർവസ്തുതിയും. എന്റെ ശരീരത്തിൽ ഇങ്ങനെയൊരു പ്രക്രിയ നിന്റെ അനുഗ്രഹമായി നൽകിയ നിനക്കാകുന്നു സർവസ്തുതി. അങ്ങനെ തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കെ പറയണം. ചില ആളുകൾക്ക് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മടിയാണ്. പറയണം, ഉറക്കെ പറയണം, ആളുകൾ കേൾക്കെ പറയണം. റബ്ബിനെയാണ് സ്തുതിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ഈ ഹദീസിൽ തന്നെ കാണാം, അത് കേൾക്കുന്ന മുസ്ലിമീങ്ങൾ അവന് മറുപടി പറയണം. എന്താണ് മറുപടി? യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. തിരിച്ചു തുമ്മിയവൻ വീണ്ടും പറയണം, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു തുമ്മലിൽ പോലും, ഒരു കോട്ടുവായിൽ പോലും, ഒരു മുസ്ലിമിന്റെ പ്രകടമാകുന്ന വാചകങ്ങളിൽ, പ്രക്രിയകളിൽ അല്ലാഹു ഉന്നതമായ നിലവാരം നമുക്ക് പഠിപ്പിച്ചുവെങ്കിൽ ഏതാണ് ഈ ദീൻ? ഈ ദീനിന്റെ ഓരോ മേഖലകളിലെയും ഉന്നതമായ പാഠങ്ങൾ നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പേരിടുന്നിടത്ത് ഇന്ന് മുസ്ലിമീങ്ങൾ അവർക്കുണ്ടാകുന്ന മക്കൾക്ക് പേരിടുന്നതിൽ നൂതനമായ മാർഗങ്ങൾ തേടിപ്പോകുകയാണ്. ഭാര്യയുടെ പേരെടുക്കുന്നു, ഉമ്മായുടെ പേരെടുക്കുന്നു, ഉപ്പായുടെ പേരെടുക്കുന്നു, ഭർത്താവ് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യക്ഷരങ്ങൾ ചേർത്ത് വെക്കുന്നു, ഭാര്യ അവരുടെ പേരിന്റെ ആദ്യക്ഷരങ്ങൾ ചേർത്ത് വെക്കുന്നു. ഇംഗ്ലീഷിലുള്ള ആൽഫബറ്റ്സ് ആ ഓർഡറിൽ ക്രമീകരിച്ച് എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന കടിച്ചാ പൊട്ടാത്ത ഏതോ വാക്ക് അതിനർത്ഥമുണ്ടോ? എന്താണ് അതിന്റെ അടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ തോന്നിയ പേരിടുന്നു. ആരും കേൾക്കാത്ത കടിച്ചാ പൊട്ടാത്ത പേരാകണം, എവിടെ ഇല്ലാത്ത പേരാകണം. ഇതാണ് ഷർത്ത്. ഇസ്ലാം മനോഹരമായി പേരിടുന്നിടത്ത് വരെ അള്ളാഹുവിന്റെ ദീൻ മുസ്ലിമീങ്ങൾക്ക് ഉന്നതമായ നിലവാരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദഹബ് അൽ ജുസമി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ
അവിടുന്ന് പറഞ്ഞു അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് പേരുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ അബ്ദുല്ലാ, അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ. അതിനേക്കാൾ ഉന്നതമായൊരു പദവി മരിക്കുവോളം ഒരു മുസ്ലിമിന് ഈ ലോകത്ത് കൈവരിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ അടിമ. ഏതാണ് ആ പദവി? ഏതാണ് ഔന്നിത്യം? അവനൊരു മനുഷ്യന്റെയും അടിമയല്ല, അവനൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും അടിമയല്ല, അവനവന്റെ തന്നിഷ്ടത്തിന്റെ അടിമയല്ല, തോന്നിവാസങ്ങളുടെ അടിമയല്ല, ആൾ ദൈവങ്ങളുടെ അടിമയല്ല, മരിച്ചുപോയവരുടെ അടിമയല്ല, തങ്ങന്മാരുടെ ബീവിമാരുടെ ഹോജമാരുടെ ബാബമാരുടെ ഒരാളുടെയും അടിമയല്ല, ഒരു പടപ്പിന്റെയും അടിമയല്ല, കല്ലിന്റെ വിഗ്രഹത്തിന്റെ മുള്ളിന്റെ മൺകൂനയുടെ ഖബറിടങ്ങളുടെ മഖബറുകളുടെ ഒരാളുടെയും അടിമയല്ല. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന്റെ മാത്രം അടിമ. അതുകൊണ്ട് പേരിൽ നീ റബ്ബിന്റെ അടിമയാണ്, അവൻ നിന്റെ ഉടമയാണ്, അവനാണ് ഏറ്റവും വലിയവനെന്ന സന്ദേശം അള്ളാഹു മക്കൾക്ക് പേരിടുന്നതിൽ നമ്മെ പഠിപ്പിച്ചു. ഉന്നതമായ ലക്ഷ്യബോധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തിനു വേണ്ടി, അവിടെ നശിക്കാത്ത ഒടുങ്ങാത്ത സുഖത്തിനു വേണ്ടി നമ്മൾ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടുപഠിക്കണം. നമ്മുടെ മക്കൾ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. ആ സ്വപ്നം കാണാനുള്ള ചരിതങ്ങൾ അവരുടെ കാതുകളിൽ ഓതിക്കൊടുക്കണം. മരിക്കാതെ സുഖിക്കാൻ, സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതെന്തും വെട്ടിപ്പിടിക്കാനുള്ള പാഠങ്ങൾ, സ്വർഗത്തിലെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള പാഠങ്ങൾ, സ്വർഗത്തിലെ ഇൻവെസ്റ്റ്മെന്റ് പൊടിപൊടിക്കാനുള്ള പാഠങ്ങൾ അവർക്ക് നിങ്ങൾ കൗൺസിലിംഗ് ആയി കൊടുക്കണം. സാധിക്കുമോ നമുക്ക്? അതാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്നും ജുമാ നിസ്കാരത്തിൽ നിങ്ങൾ കേൾക്കുന്ന സൂറത്തിൽ, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നിങ്ങൾ നശിക്കുന്ന ഒടുങ്ങുന്ന ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെയാണ്. മറിച്ച് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ്, പരലോകമാണ്, എന്നെന്നും നിലനിൽക്കുന്നതും ഒരിക്കലും നശിക്കാതെ ഏറ്റവും ഉത്തമമായി ബാക്കിയാകുന്നത്. അതുകൊണ്ട് നശിക്കാത്ത ഏറ്റവും ഖൈറായ ഉത്തമമായതിനോട് നമുക്ക് താല്പര്യമില്ല. അവിടത്തേക്കുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നശിക്കുന്ന, മരിക്കുന്ന, ഒടുങ്ങുന്ന ദുനിയാവിന് വേണ്ടിയുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണ്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് എത്ര അറ്റമില്ലാത്തതാണ്, നമ്മുടെ മോഹങ്ങൾ അതെത്ര പർവ്വത സമാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ, പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി സ്വപ്നം കാണാൻ, മോഹങ്ങൾ പകുത്തെടുക്കാൻ, പകർന്നു നൽകാൻ, ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന മഹത്തായ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമൗദിഉ സൗതി അഹദികും ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ചാട്ടവാർ വെക്കാൻ എടുക്കുന്ന ഇടമുണ്ടല്ലോ, ഒരു ചാട്ടവാർ വെക്കാൻ, അത് സ്ഥാപിക്കാൻ എത്ര സ്ഥലം വേണം, എത്ര സ്പേസ് വേണം? അത്രയും സ്ഥലം സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ഭൗതിക ലോകവും അതിലുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഈ ദുനിയാവും അതിലുള്ളതെല്ലാം നിങ്ങൾ സ്വടുക്കൂട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള ഇടം, അവിടെ നമുക്ക് അല്ലാഹു ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള അഞ്ച് നേരത്തെ ഫർദ് നിസ്കാരങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഒരാൾ പതിവാക്കിയാൽ ആ സ്വർഗത്തിൽ കൊട്ടാരം പണിതു നൽകുമെന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൊട്ടാരം, സ്വർഗത്തിലെ കൊട്ടാരം, അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? ഒരു ചാട്ടവാർ വെക്കാനുള്ള ഇടം പോലും ദുനിയാവും അതിലുള്ളതിനേക്കാളും ഖൈറാണ് എന്ന് പറയപ്പെടുമ്പോൾ, വലഅദുവതുൻ ഫീ സബീലില്ലാഹ് ഔ റൗഹത്തുൻ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രാവിലെയും പകലിലും അതുപോലെ തന്നെ വൈകുന്നേരം പ്രദോഷത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നവർ, യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യാത്ര ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവർ, അവരെല്ലാവരും ഈ ഹദീസിന്റെ പരിധിയിൽ വ്യാപകാർത്ഥത്തിൽ പെടുമെന്നാണ്. അവർക്ക് ആ യാത്രയുണ്ടല്ലോ, ഓരോ ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി രാവിലെയോ വൈകുന്നേരവുമുള്ള യാത്ര, സഞ്ചാരം, ദുനിയാവും അതിലുള്ളതെല്ലാം നേടിയെടുക്കുന്നതിനേക്കാൾ ഉത്തമമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു യാത്ര നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകും. ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര യാത്ര നടത്തും ദിവസവും? നമ്മുടെ യാത്രകളും മണിക്കൂറുകളും രാപ്പകലുകളുടെ നീളം നശിക്കുന്ന ദുനിയാവിന് വേണ്ടിയുള്ള യാത്രകളാണ്. എന്നാൽ ഈ ദുനിയാവും അതിലുള്ളതും ലഭിക്കുന്നതിനേക്കാൾ ഒരു നേരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പ്രഭാതവും ഒരു പ്രദോഷം യാത്ര ചെയ്താൽ ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യബോധം എവിടെയാണ്?
നമ്മുടെ ആഗ്രഹം എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രത്തിൽ ഈ ഉന്നതങ്ങളായ ലക്ഷ്യങ്ങൾ അതിനുവേണ്ടി പണിയെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കഥകൾ നമുക്ക് വായിക്കാം. ചില ഉദാഹരണങ്ങൾ ഞാൻ കേൾപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു സംഭവം. അനസ് ഇബ്നു മാലിക്കാണ് റളിയല്ലാഹു അൻഹു നിവേദകൻ. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ സഹാബികളെ സജ്ജരാക്കി അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. അവരെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാൻ അവിടുന്ന് പ്രേരിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്. തങ്ങളെക്കാൾ 3 ഇരട്ടി അംഗബലമുള്ള ആയുധവും സന്നാഹങ്ങളും സർവവും സജ്ജമാക്കി ഒരുങ്ങിയിട്ടുള്ള ശത്രുക്കൾക്കെതിരെ പുറപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനം. നിങ്ങൾ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടുകൊള്ളുക, നിങ്ങൾ നിലകൊള്ളുക. ഇത് കേട്ടപ്പോൾ സഹാബികളുടെ കൂട്ടത്തിലെ നവാഗതനായിരുന്ന ഉമൈർ ഇബ്നു ഹമ്മാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹ അസ്സമാവാതു വൽ അർദ്. അല്ലാഹുവിന്റെ റസൂലേ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, അതെ, നഅം. അദ്ദേഹം പറഞ്ഞു, ബഹിൻ ബഹിൻ. ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെയുള്ള പ്രതികരണ വാചകമാണത്. അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക വാക്കുരുവിട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമൈർ, എന്താണ് ബഹിൻ ബഹിൻ എന്ന അത്ഭുതത്തോടെ പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജഅ അൻ അകൂന മിൻ അഹ്ലിഹാ. അല്ലാഹുവിന്റെ റസൂലേ, മറ്റൊന്നുമല്ല, ആ സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമെന്ന് താങ്കൾ വിശേഷിപ്പിച്ച ആ മഹത്തായ സ്വർഗത്തിന്റെ മൂലയിൽ ഒരാൾ, ആ സ്വർഗത്തിന്റെ വക്താക്കളിൽ ഒരാളാകാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞതും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ. അവിടുന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, താങ്കൾ ആ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ്. ആ മനുഷ്യൻ ഉമൈർ ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നു ഹമ്മാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ വാള് സൂക്ഷിച്ചിരുന്ന ഉറയിൽ നിന്ന് കുറച്ച് തമ്രെടുത്തു, കുറച്ച് കാരക്കയെടുത്തു. അദ്ദേഹം അത് ഭക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അത് ഭക്ഷിക്കുന്നതിനിടയിൽ പറഞ്ഞു, ലഇൻ ഹയൈതു ഹത്ത ആകുല തംറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല. ഈ കേവലം എന്റെ വിരലിൽ അങ്കിലി പരിമിതമായ ഈ കാരക്ക കഷ്ണങ്ങൾ ഞാൻ തിന്നു തീർക്കുകയാണെങ്കിൽ അത്രയും നേരം പോലും അത് സുദീർഘമായ ജീവിതമാണ്. അത് തന്നെ സുദീർഘമായ ജീവിതമാണ്. ഫറമാ ബിമാ കാന മഅഹു മിന തംർ. അങ്ങനെ ആ കാരക്ക കഷ്ണങ്ങൾ അദ്ദേഹം എടുത്തെറിഞ്ഞു, അടർക്കളത്തിലേക്ക് കുതിച്ചു പാഞ്ഞു, അവിടെ വെച്ച് ഷഹീദായി എന്ന്. സ്വർഗം കൺമുമ്പിൽ കണ്ട സ്വർഗത്തിനു വേണ്ടി നശിക്കുന്ന ദുനിയാവിന്റെ കാരക്ക ചീളുകൾ കാറ്റിൽ പറത്തിയ ഉമൈർ ഇബ്നു ഹമ്മാം അൽ അൻസാരിയെ പോലെയുള്ള സഹാബത്തിന്റെ ലക്ഷ്യമോദം എന്താണ്? അവരുടെ ലക്ഷ്യബോധം എന്താണ്? അവർ കണ്ണിൽ കണ്ട സ്വപ്നം എന്താണ്? അവർ മുന്നിൽ ആഗ്രഹിച്ചത് എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. നമ്മൾ പരലോകത്തിന്റെ മക്കളാവേണ്ടവരാണ്. ദുനിയാവതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദുനിയാവതിന് നമുക്ക് തടസ്സമാകാൻ പാടില്ല. ഓരോ മേഖലയിലും ആഖിറത്തിനെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിച്ചാൽ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മറ്റൊരു സംഭവം ഞാൻ കേൾപ്പിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള അബൂബക്കർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം തന്റെ പിതാവായ അബൂ മൂസ അശ്അരിയിൽ നിന്ന് ധരിക്കുന്നു, ഒരിക്കൽ തന്റെ പിതാവ് ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് യുദ്ധമുഖത്ത് ഇങ്ങനെ പറഞ്ഞുവെന്നാണ്. തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന അബ്വാബൽ ജന്നതി തഹ്ത ളിലാലി സുയൂഫ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന വാളുകളുടെ തണലിന് താഴെയാണ്. അല്ലാഹുവിന് വേണ്ടി പോരാടുന്ന വാളുകളുടെ തണലുകൾക്ക് താഴെയാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ് ഉദ്ധരിച്ചത്, അവിടുത്തെ കാലശേഷം. അപ്പൊ കൂട്ടത്തിൽ ഒരു ദരിദ്രനായ പരുക്കൻ വേഷമുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, യാ അബാ മൂസ, അബൂ മൂസ, താങ്കൾ ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹുവിന് വേണ്ടി പോരാടുന്ന യുദ്ധവാളുകളുടെ
തണലുകൾക്ക് താഴെയാണെന്ന് പറഞ്ഞ ഈ പരാമർശം ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി താങ്കൾ കേട്ടിട്ടുണ്ടോ? ഉറപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഉറപ്പാണ്. ഞാനത് അവിടുത്തെ നാവിൽ നിന്ന് കേട്ടത്. അങ്ങനെ മനുഷ്യൻ തന്റെ സമൂഹത്തിലേക്ക് ഓടിപ്പോയി. അവിടെ മടങ്ങിയെത്തിയതിനു ശേഷം അവർക്ക് അവസാനമായൊരു വിടവാങ്ങൽ സലാം അറിയിച്ചു. അഖ്റ അലൈക്കുമുസ്സലാം. എന്നിട്ട് അദ്ദേഹം തന്റെ വാൾ വെച്ചിടത്ത് നിന്ന് വാളെടുത്ത് ആ വാളിന്റെ ഉറ ചീന്തിയെറിഞ്ഞു എന്നാണ്. ആ വാളിന്റെ ഉറ വാളിൽ നിന്ന് വേർപ്പെടുത്തി ചീന്തിയെറിഞ്ഞു. സുമ്മ മശാ ബിസൈഫിഹി ഇലൽ അദു. എന്നിട്ട് അടർക്കളത്തിലേക്ക്, യുദ്ധമുഖത്തേക്ക് വാളേന്തി അദ്ദേഹം ചെന്നു. അദ്ദേഹം ഷഹീദായി എന്നാണ്. സഹോദരങ്ങളെ, സ്വർഗം മുന്നിൽ കാണുമ്പോൾ അവരെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. ഈ ലക്ഷ്യബോധമാണ് ഒരു മുസ്ലിമിനെ ഈ ദുനിയാവിൽ നയിക്കേണ്ടത്. നശിച്ചൊടുങ്ങുന്ന ഈ ഭൗതിക സുഖങ്ങൾ, ഇവിടുത്തെ കളി വിനോദങ്ങൾ, ഇവിടുത്തെ ആസ്വാദനങ്ങൾ, ഇവിടുത്തെ ഭൗതികതകളുടെ പ്രസരിപ്പുകൾ, സഹോദരങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ഇതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനു വേണ്ടിയല്ല, ഈ നശിക്കുന്ന ദുർബലമായ വില കുറഞ്ഞ തരം താഴ്ന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹു നമ്മെ പടച്ചിട്ടുള്ളത്. അല്ല, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനു മാത്രം ഇബാദത്തുകൾ സമർപ്പിച്ച് അവന്റെ അടിമയായി, അവനെ അനുസരിച്ച്, അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച്, അവൻ വിലക്കിയത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഒരിക്കലും നശിക്കാത്ത സുഖങ്ങൾ സ്വർഗത്തിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ മക്കളെ വളർത്തണം. നമ്മൾ അങ്ങനെയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله وصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ഉന്നതമായ പരലോക ലക്ഷ്യമായി സ്വർഗത്തിലെ മഹനീയമായ സുഖങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കുന്നതായി മാറണം. അതായിരിക്കണം ഈ ഐഹിക ലോക ജീവിതത്തിലെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി മാറേണ്ടത് എന്നതാണ് ആദ്യ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതിന്റെ രത്നചുരുക്കം. സഹോദരങ്ങളെ, ആ ലക്ഷ്യം സാർത്ഥകമാക്കുന്ന വഴിയിൽ നമുക്ക് പഠനങ്ങൾ ഉണ്ടാകണം, നമുക്ക് അന്വേഷണങ്ങൾ ഉണ്ടാകണം, നമുക്ക് സമർപ്പണമുണ്ടാകണം, ത്യാഗസന്നദ്ധതയുണ്ടാകണം. അതിനനുസരിച്ചുള്ള സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. ഈ മാർഗത്തിൽ എക്കാലത്തും ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ മായാതെ കോറിയിടാൻ സാധിക്കുന്ന ചരിത്രത്തിലെ മഹത്തായ ഒരു സംഭവമുണ്ട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണത്. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ കഥ ഒരു മുസ്ലിമിന്റെ സ്വത്വബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയും അവന്റെ ലക്ഷ്യങ്ങളെ ഉന്നതമായ സ്വർഗീയ സോപാനങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ആ കഥ വിവരിക്കുന്നുണ്ട്. പിന്നീട് സഹാബികൾക്ക് ആ കഥ അദ്ദേഹം കൈമാറുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കഥ വിവരിക്കുന്ന രംഗം സ്വഹീഹായ ഹദീസുകളിൽ സുദീർഘമായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതിലോരോ വരികളും മഹത്തായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഞാനതിനെ ചുരുക്കി പറയാം. പുരാതന പേർഷ്യയിലെ ഇന്നത്തെ ഇറാനിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു മജൂസിയായി, അഗ്നിയാരാധകനായി ജന്മം കൊണ്ട സൽമാനുൽ ഫാരിസി പിന്നീട് ക്രൈസ്തവ മതത്തിൽ സാക്ഷാൽ ഈസാ നബിയുടെ ഇഞ്ചീലിന്റെ പാഠങ്ങളിൽ ആകൃഷ്ടനായി ആ മാർഗത്തിൽ ഇബ്രാഹിമി മില്ലത്തിൽ നിലകൊള്ളുന്ന ഒരു പുരോഹിതൻ ഷാമിൽ, ഇന്നത്തെ സിറിയയുടെ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നു എന്നറിഞ്ഞപ്പോൾ അതേ ഇറാനിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് ഷാമിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ ഒരു വ്യക്തിയെ തേടി അവിടെ എത്തി, ആ മനുഷ്യനെ കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യ അനുഭവം സ്തുത്യർഹമായിരുന്നില്ല. ആ മനുഷ്യൻ ജനങ്ങളെ ദീൻ പറഞ്ഞ് അതിലൂടെ സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടാക്കി അവരെ പറ്റിച്ചു വഞ്ചിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. ജനങ്ങളെ ദാനധർമ്മത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ആ വകകൾ സ്വരുക്കൂട്ടി സ്വന്തം സ്വത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്ത
ദുരൂഹതയുള്ള ആളുകൾക്ക് മുമ്പിൽ സുഹൃതം അഭിനയിച്ചൊരു വ്യക്തി. അങ്ങനെ അയാൾ മരിച്ചു. അയാളുടെ ഈ കപടമുഖം ആളുകൾ തിരിച്ചറിഞ്ഞു. സൽമാനുൽ ഫാരിസിയെ അവർ അംഗീകരിച്ചു. അദ്ദേഹത്തിനു പകരം മറ്റൊരു പുരോഹിതനെ കൊണ്ടുവന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ പിന്നീട് വന്ന ആ മനുഷ്യനിൽ നിന്ന് അദ്ദേഹം ഇബ്രാഹിം മില്ലത്തിന്റെ ശരിയായ ഇസ്ലാമിന്റെ പാഠം മനസ്സിലാക്കി. അവിടുന്ന് അദ്ദേഹം ഇറാഖിലേക്ക്, ആ മനുഷ്യന്റെ മരണശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മാർഗത്തിൽ താങ്കളുടെ മരണശേഷം എനിക്കാരെയാണ് സമീപിക്കാൻ സാധിക്കുക? താങ്കൾ എനിക്കെന്താണ് അന്തിമ വസിയത്തായി ഉപദേശമായി നൽകാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ ഞാനും നീയുമല്ലാതെ മറ്റൊരാളും ഈ മാർഗത്തിൽ നിലകൊള്ളുന്നതായി എനിക്കറിയുകയില്ല. അതുകൊണ്ട് എന്റെ മരണശേഷം താങ്കൾ ഇറാഖിലെ മൂസിലിലേക്ക് യാത്ര ചെയ്യണം. അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ നീ സത്യമാർഗത്തിൽ കണ്ടെത്തും. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇറാഖിലെ മൂസിലിലേക്ക് അദ്ദേഹം യാത്രയായി. അവിടെ ഈ പറയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി, അദ്ദേഹത്തോടൊപ്പം കാലം കഴിച്ചു. പിന്നീട് ആ മനുഷ്യനും മരണത്തോടടുത്തു, അന്തിമ വസിയത്ത് തേടി. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനും നീയുമല്ലാതെ മറ്റൊരാളും ഈ മാർഗത്തിൽ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നില്ല ഈ നാട്ടിൽ. അതുകൊണ്ട് ഇറാഖിന്റെയും പുരാതന ഇറാഖിന്റെയും തുർക്കിയുടെയും അതിർത്തി പ്രദേശമായ നസീബീനിലേക്ക് താങ്കൾ യാത്ര പോകണം. അവിടെയുണ്ടൊരു വ്യക്തി, അദ്ദേഹത്തെ താങ്കൾക്ക് സമീപിക്കാം. അങ്ങനെ നസീബീനിലേക്ക്, ഇറാൻ വിട്ട്, പേർഷ്യ വിട്ട്, ഷാം വിട്ട്, സിറിയയുടെ അതിർത്തികൾ കടന്ന്, ഇറാഖും കടന്ന്, ഇറാഖിന്റെ അതിർത്തി പ്രദേശമായ തുർക്കിയിലേക്ക്, അന്ന് ഒരു ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത യാത്രാക്ലേശങ്ങൾ നിലനിൽക്കുന്ന, ഒരു യാത്രോപാധികളുമില്ലാത്ത ആ മരുഭൂമിയിലൂടെ അദ്ദേഹം ഏകാന്ത പതികനായി യാത്ര ചെയ്യാണ്. പതിറ്റാണ്ടുകളോളം ഒറ്റക്ക്. എന്തിനു വേണ്ടിയാണ്? ഉന്നതമായ സ്വർഗം നേടണമെന്ന ലക്ഷ്യം, സത്യാന്വേഷണ ത്വര. അങ്ങനെ അദ്ദേഹം നസീബീനിലെത്തി. അവിടുത്തെ പുരോഹിതനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു. അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെടുന്ന വേളയിൽ വീണ്ടും അദ്ദേഹത്തിനോട് വസിയത്ത് ചോദിക്കണം, ആരാണ് ഇനി മാർഗത്തിൽ അവശേഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, തുർക്കിയുടെ പ്രദേശമായ അമൂരിയയിൽ മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ താങ്കൾക്ക് സമീപിക്കാം. തുർക്കിയിലെ പുരാതന റോമൻ നഗരമായ അമൂരിയ, അവിടെ അദ്ദേഹം എത്തി. അവിടെയും ആ വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോടൊപ്പം കാലം കഴിച്ചു. അങ്ങനെ അദ്ദേഹവും മരണപ്പെടുകയാണ്. നാലാമത്തെ വ്യക്തി, അദ്ദേഹവും മരണപ്പെടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അന്തിമ വസിയത്തായി എന്താണ് താങ്കൾക്ക് എന്നോട് കൽപ്പിക്കാനുള്ളത്? ആരാണ് ഈ താങ്കളുടെ കാലശേഷം എനിക്ക് സഹവസിക്കാൻ പറ്റുന്ന മറ്റൊരാളുള്ളത്? അദ്ദേഹം പറഞ്ഞു, മാ അഅലമുഹു അസ്ബഹ അലാ മാ കുന്ന അലൈഹി അഹദുൻ മിനൻ നാസ്. ജനങ്ങളിൽ ഒരാളെയും ഇന്ന് ഒരു നാട്ടിലും ഈ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്നവരായി ഞാൻ അറിയുന്നു. ഓരോ നാട്ടിലും ഒരൊറ്റ വ്യക്തി മാത്രമാണ് ബാക്കിയായത്. അവിടെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ ഉന്നതമായ ലക്ഷ്യബോധവും ത്യാഗസന്നദ്ധതയും അള്ളാഹു അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിച്ചു എന്നാണ്. ഓരോ നാട്ടിലും അവശേഷിക്കുന്ന ദീനുൽ ഇസ്ലാമിൽ ബാക്കിയായ ഒരൊറ്റ വ്യക്തി. അങ്ങനെ അമൂരിയയിലെ ഈ മനുഷ്യൻ, ഈ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, എന്റെ മരണശേഷം ഈ മാർഗത്തിൽ ഒരാളുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താങ്കൾക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. വലാകിന്നഹു ഖദ് അളല്ലക സമാനു നബിയ്യിൻ. ഒരു നബിയുടെ വരവിന് ഇതാ ഈ ചരിത്രം തണലിടുന്നുണ്ട്. ഹുവ മബ്ഊസുൻ ബിദീൻ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീൻ കൊണ്ട് നിയുക്തനാകുന്ന നബി, അറബികളുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന നബി, അതേ മരുഭൂമിയിലൂടെ രണ്ടു മലകൾക്കിടയിൽ, പാറക്കല്ലുകൾ പതിച്ച മലകൾക്കിടയിൽ, ഈത്തപ്പനകളുള്ള നാടുകളിലൂടെ പലായനം ചെയ്യുന്ന റസൂൽ. അദ്ദേഹത്തിന് ഒരാൾക്കും മനസ്സിലാകുന്ന, ആർക്കും മനസ്സിലാകുന്ന, അജ്ഞാതമല്ലാത്ത ചില അടയാളങ്ങളുണ്ട്. അദ്ദേഹം സമ്മാനമായി നൽകിയാൽ അത് ഭക്ഷിക്കും, സ്വീകരിക്കും. സ്വതക്ക നൽകിയാൽ, ദാനം നൽകിയാൽ അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിക്കും. അദ്ദേഹത്തിന്റെ ഇരു ചുമലുകൾക്കിടയിൽ നുബുവത്തിന്റെ അടയാളമുണ്ടാകും. നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ അദ്ദേഹത്തോടൊപ്പം ചേരുക. നോക്കൂ നിങ്ങൾ, ഒരു റസൂൽ, ഒരു നബി നിയുക്തമല്ലാത്ത കാലഘട്ടത്തിൽ, സത്യത്തിൽ അവശേഷിച്ച ഒരു വ്യക്തി, ഒരൊറ്റ വ്യക്തി ബാക്കിയാകുന്ന കാലഘട്ടത്തിൽ ആ നാടുകളിലെത്തി സത്യം സ്വീകരിച്ച് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവസാനം അദ്ദേഹം അമൂരിയയിൽ നിന്ന് ബനൂ കൽബ് ഗോത്രത്തിലെ കച്ചവടക്കാരാൽ അറബികളുടെ നാട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അറബി ദേശത്തേക്ക് അദ്ദേഹം വരികയാണ്. ജസീറത്തുൽ അറബിൽ അദ്ദേഹം വരികയാണ്.
ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യർ അവർക്ക് തന്നെ അറബി നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഉപഹാരം നൽകി, തന്റെ സമ്പാദ്യത്തിന്റെ വിഹിതം നൽകിയിട്ടാണ്, ആ നിബന്ധനയിലാണ് ഇവർ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞത്. അതിനിടക്ക് അവർ അദ്ദേഹത്തെ വഞ്ചിച്ചു. മദീനക്കടുത്ത് ഒരു താഴ്വരയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അവർ അടിമച്ചന്തയിൽ വിറ്റുവെന്നാണ്. അങ്ങനെ പിന്നീടും പരീക്ഷണമാണ്. അദ്ദേഹത്തെ അടിമയായി വിൽക്കപ്പെട്ടു. വാതിൽ ഖുറയിൽ അദ്ദേഹം അടിമയായി വിൽക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരു ഉടമയുടെ കീഴിൽ മദീനക്കടുത്തെ താഴ്വരയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഈത്തപ്പനകൾ കാണുകയാണ്. അദ്ദേഹം പ്രത്യാശിച്ചു, ഇതായിരിക്കും എന്റെ പുരോഹിതൻ എനിക്ക് വാഗ്ദാനം നൽകിയ റസൂലിന്റെ പുറപ്പാടുള്ള നാട്. പക്ഷെ മദീനയല്ല, അത് മദീനക്കടുത്ത് എത്തിയിട്ടുള്ളൂ. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സാക്ഷാൽ മദീനയിലെ ജൂതഗോത്രമായ ബനൂ ഖുറൈളയിലെ ഒരു ജൂതൻ, ഇദ്ദേഹത്തിന്റെ യജമാനന്റെ ബന്ധു, അദ്ദേഹത്തെ വീണ്ടും അടിമയായി വിലക്ക് വാങ്ങുകയാണ്. അങ്ങനെ മദീനയിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഒന്നാമത്തെ ലക്ഷണം അദ്ദേഹം വിലയിരുത്തി, ഇതാ ഈത്തപ്പനകളുടെ നാട്, ഇവിടെയാണ് റസൂലിന്റെ നിയോഗം. അന്ന് മക്കയിൽ നബി പുറപ്പെട്ടിട്ടുണ്ട്, മദീനയിലേക്ക് ഹിജ്റ വന്നെത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അടിമവേലയിലാണ്, അദ്ദേഹത്തിന് മക്കയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാടുണ്ടായി. അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നബി മദീനയിലെത്തിയപ്പോൾ ഈത്തപ്പനയുടെ മുകളിൽ അദ്ദേഹം ജോലിയിലാണ്. നബിയുടെ വരവറിയിച്ചുകൊണ്ട് ജൂതന്മാരിൽപ്പെട്ട ചിലർ അൻസാരികൾ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു നബി വന്നിരിക്കുന്നു, അവന് ചുറ്റും അൻസാരികൾ കൂടിയിരിക്കുന്നു, അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന ശാപവാക്കുകൾ കേട്ടിട്ട് ഈത്തപ്പനയുടെ മുകളിലിരിക്കുന്ന അദ്ദേഹം വിറകൊണ്ട് നിലത്ത് യജമാനന്റെ മുകളിൽ പതിക്കാനായി എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഈ വാർത്തയാണ് അദ്ദേഹം കാതോർത്തിരുന്നത് പതിറ്റാണ്ടുകളായി. ആ മനുഷ്യൻ, യജമാനൻ അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അദ്ദേഹത്തെ ആഞ്ഞു പ്രഹരിച്ചു, അദ്ദേഹം നിലംപതിച്ചു. പിന്നീട് ഖുബായിൽ സ്വഹാബത്തിനോടൊപ്പം നബി സംഗമിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം രഹസ്യമായി അദ്ദേഹം കുറച്ച് കാരക്കകളുമായി, കുറച്ച് സ്വതക്കയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബിക്ക് മുമ്പിൽ അത് സമർപ്പിച്ചു. താങ്കളും താങ്കൾക്ക് കൂടെയുള്ളവരും പരദേശികളാണ്, ആവശ്യക്കാരാണ് എന്ന് മനസ്സിലാക്കി. താങ്കൾക്കിതാ ദാനമായി ഞാൻ നൽകുന്നു, താങ്കൾ ആദ്യം ഇതിൽ നിന്ന് ഭക്ഷിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചില്ല, സ്വഹാബത്തിന് മാറ്റിവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഹാദിഹി വാഹിദ, ഇതാണ് ഒന്നാമത്തെ അടയാളം. നബിയുടെ ഒന്നാമത്തെ അടയാളം അദ്ദേഹം സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്നതാണ്. രണ്ടാമതായി അദ്ദേഹം പിന്നെയും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ നിന്ന് മദീനയിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹം വീണ്ടും കുറച്ച് സമ്മാനങ്ങളുമായി, ഉപഹാരങ്ങളുമായി നബിയുടെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ സ്വതക്ക സ്വീകരിക്കുകയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് സമ്മാനമാണ്, താങ്കൾക്കുള്ള ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇതാണ് രണ്ടാമത്തെ അടയാളം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഉൽ അർഖദിൽ ഒരു ജനാസയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിറകിൽ 2 മേൽത്തട്ടങ്ങളുണ്ട്. അത് നീങ്ങിപ്പോകുന്നത് കാണാൻ, ചുമലിൽ അടയാളം കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായി. നബി ബോധപൂർവം തന്റെ ചുമലിലെ തട്ടം നീക്കി നബിയുടെ ചുമലിലെ ഖാതമുൻ നുബുവ അദ്ദേഹം നേർക്കുനേരെ കണ്ടുകൊണ്ട് ദർശിച്ചു. അദ്ദേഹം വികാരാധീനനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ആശ്ലേഷിച്ച് അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ വിവരിച്ചു. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ സൽമാനുൽ ഫാരിസിയുടെ സത്യാന്വേഷണ ത്വരയും ഉന്നതമായ ലക്ഷ്യബോധവും മുസ്ലിമിന് നൽകുന്ന ഊർജവും അതുപോലെ തന്നെ ആത്മീയമായ കരുത്തും അതപാരമാണ്. അതൊരു ഖുത്ബയേക്കാൾ, ഏതെങ്കിലും ചില വാചകങ്ങളിലൂടെയുള്ള വർണ്ണനകളെക്കാൾ വർണ്ണനാതീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സ്വർഗത്തിനു വേണ്ടി, ദീനിനു വേണ്ടി, സത്യത്തിനു വേണ്ടി, നശിക്കാത്ത സുഖങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണാനും ലക്ഷ്യം സ്ഥാപിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروا إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.